ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കണം. ടൈംലെസ് ആണ്. അതുകൊണ്ട് എപ്പോൾ കൈകളിലെത്തുന്നു അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ചാനൽ കമൻറ്റ്, ഷെയർ, ലൈക്ക്, ഹൈപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? അത് ഇന്ന് കുറച്ച് നമ്മൾ 2-3 കാർഡ് എടുത്തിട്ടല്ല, കുറച്ച് കാർഡ്സ് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, ഇതാണ് നമ്മളിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കറൻറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഷാഡോ സൈഡ്. അപ്പോൾ പുള്ളി ചിന്തിക്കുകയാണ്, അല്ലെ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി തന്നത് നീയാണ് എന്ന് പുള്ളി തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ആദ്യത്തെ കാർഡ് അതാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ബ്രോക്കൺ, അതായത് ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. എനിക്ക് ഈ അവസ്ഥയിൽ അസ്വസ്ഥത തോന്നുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കാർഡ് നോക്കാം. നമ്മുടെ ഐ വാണ്ട് ഇറ്റ് ടു ഫിക്സ് അവർ കണക്ഷൻ മെൻറ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണക്ഷൻ ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണക്ഷൻ ശരിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ എത്ര കാലമാണ് ഇത് പോകുന്നത് എന്നുള്ള ചിന്ത ആൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ റിവീൽ ചെയ്യാൻ ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത് എന്നാണ് പറയുന്നത്. എനിക്ക് നിന്നോട് സത്യം തുറന്നു പറയണം എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് അതാണ്. അടുത്തത് അൺസാറ്റിസ്ഫൈഡ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഞാൻ സന്തോഷവാനല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കാർഡ് ആദ്യം വായിക്കാം. അടുത്തത് കോൺവെർസേഷൻ എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത്. എനിക്ക് നിന്നെ വിളിക്കണം, നിൻ്റെ ശബ്ദം കേൾക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യങ്ങളാണ്, നമ്മളത് മനസ്സിലാക്കണം. പിന്നെ അടുത്ത കാർഡ് റണ്ണർ എന്നാണ്. എനിക്കിനി ഓടാൻ വയ്യ എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത കാർഡ് റെസിപ്രോസിറ്റി. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. എനിക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം, അതായത് തുല്യമായ കൊടുക്കൽ വാങ്ങൽ വേണം എന്ന് ആഗ്രഹിക്കുന്നു ആള്. അൺവർത്തി. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. എന്നേക്കാൾ വളരെ നല്ല ഒരു പേഴ്സണാണ് നിങ്ങൾ, വളരെ വർത്തി ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങൾ എന്ന് ആൾക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് മിസ്റ്റേക്സ് ആണ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. എൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആൾ ചിന്തിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ സാമ്പത്തികവും വൈകാരികവുമായ ആവശ്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൺഫ്യൂഷനിലാണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അവ്യക്തത തോന്നുന്നു. അടുത്ത കാർഡ് സ്പേസ് ആണ് പറയുന്നത്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക്. എനിക്ക് ആലോചിക്കുവാൻ കുറച്ചുകൂടി സമയം വേണം. ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാർഡ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
ഇതിലിപ്പം എന്താ പറയുക, നല്ലൊരു അപ്പോളജി ഉണ്ട്. നിങ്ങളോട് നല്ല ഫീൽ തോന്നുന്നുണ്ട്. നിങ്ങളെ സ്നേഹം നിങ്ങൾ കൊണ്ട് പൊതിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പുള്ളിയുടെ പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ വളരെ അസ്വസ്ഥത തോന്നുന്നു എന്നാണ് നമുക്ക് രണ്ടാമത്തെ കാർഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥ ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്നേഹമാണെങ്കിലും വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും രണ്ടുപേരും രണ്ട് തട്ടിലായിരുന്നു എന്ന് നമുക്കിവിടെ തോന്നുന്നുണ്ട്. നമ്മുടെ നിങ്ങളുടെ കണക്ഷൻ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഈ ബന്ധം കുറച്ചും കൂടി മുമ്പോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആളാഗ്രഹിക്കുന്നു നിങ്ങളോ? അതൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. എല്ലാം നിന്നോട് എനിക്ക് തുറന്ന് പറയണം, അതിനെനിക്കൊരു അവസരം വേണം. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറേ കാര്യങ്ങൾ നിന്നോട് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു, എൻ്റെ സാഹചര്യം അതായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കത് നിന്നോട് തുറന്നു പറയണം. കാരണം ഇപ്പോൾ കുറച്ച് പഠിച്ചിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അത് നിങ്ങളോട് തുറന്നു പറഞ്ഞേക്കാം. കാരണം ചെന്ന് ഭയമായിരുന്നു പറയാൻ എന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെങ്ങനെ എടുക്കും എന്നറിയില്ല, അതുകൊണ്ടായിരിക്കാം. കാരണം ഈ ബന്ധം ഒരിക്കലും പിരിഞ്ഞു പോകണമെന്ന് ഈ ആളിൽ ചിന്തിച്ചിട്ടില്ല. കാരണം നിങ്ങളെ കുറച്ചൊന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും ഈ ബന്ധം പിരിഞ്ഞു പോകാനോ ഇത് നഷ്ടപ്പെടുത്തുവാനോ ആൾ കരുതിയിട്ടില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ഞാൻ സന്തോഷവാനല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അൺസാറ്റിസ്ഫൈഡ് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ കാര്യങ്ങൾ നമ്മൾ എന്താണ്, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല. ആളുടെ സിറ്റുവേഷനിലും ഒരുപാട് കാര്യങ്ങൾ വന്നു പെട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരിക്കലും സന്തോഷവാനല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പലതും എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിൻ്റെ അടുത്ത് പറയാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ സന്ദർഭങ്ങളിൽ ഞാൻ വളരെയധികം വേദനിച്ച് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇതൊന്നും പറയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് നിന്നെ വിളിക്കണം, നിൻ്റെ ശബ്ദം കേൾക്കണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. വളരെ എന്താ പറയുക, വളരെ സത്യസന്ധമായിട്ടാണ് പറയണത്, വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് പറയണത്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. എനിക്കിനി ഓടാൻ താല്പര്യമില്ല, റണ്ണറാകാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും ഞാൻ ഓടിയിട്ടുണ്ട് നിൻ്റെ അടുത്ത് നിന്നിട്ട്. നീ എന്നെ ചേസ് ചെയ്ത് വന്നപ്പോഴെല്ലാം ഞാൻ നിന്നിൽ നിന്ന് മകന്നകന്നകന്നു ഓടിപ്പോയി. കാരണം എനിക്ക് നിന്നോട് ഇതൊന്നും തുറന്നു പറയാൻ കഴിയുമായിരുന്നില്ല. ഒന്ന്. രണ്ടാമത്, ഞാൻ അങ്ങനെ പോയില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ ഈ ബന്ധം ഇവിടെ വെച്ച് തകരുമായിരുന്നു. കാരണം ഞാൻ നിന്നോട് അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ വിട്ടുപോകുമായിരുന്നു എന്നാണ്. അപ്പം ഇപ്പോഴും നിങ്ങൾ ആ ആളെ വിട്ടുപോയിട്ടില്ല എന്നുള്ള ഒരു സങ്കല്പത്തിലും വിശ്വാസത്തിലുമാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. എനിക്ക് വേണ്ടത് എന്താണ്? തുല്യമായ കൊടുക്കൽ വാങ്ങൽ, ഗിവ് ആൻഡ് ടേക്ക് വേണം. ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എനിക്ക് വേണം. കാരണം അത്രയും സ്നേഹമുണ്ട് നിങ്ങളോടെന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നീ എന്നേക്കാൾ നല്ല ആളാണ്. ഞാൻ കുറച്ച് മോശമായ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നീ അങ്ങനെ ആയിരുന്നില്ല. നീ വളരെ നല്ല ആളാണ്, അതെനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ നിന്നിൽ നിന്ന് ഓടിയകന്നു എന്നാണ് പറയുന്നത്. എൻ്റെ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിഞ്ഞുപോയ ആ തെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെനിക്കൊന്ന് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വല്ലാത്ത മാനസിക സംഘർഷമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വാക്ക് വരില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും സമ്മതിക്കുന്നു, അത് തിരുത്താൻ കഴിഞ്ഞെങ്കിൽ എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ചെയ്തൊക്കെ തെറ്റാണെന്ന് ആൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ എൻ്റെ സാമ്പത്തികവും വൈകാരികവുമായ ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷനാണ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാമിലി നോക്കണമായിരുന്നു. എനിക്ക് എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ ജോലി, അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, കരിയർ എല്ലാം നോക്കണമായിരുന്നു. ആ കൂടത്തിൽ വൈകാരികമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. വൈകാരികം എന്ന് പറയുമ്പോൾ എന്താണ്? ഫാമിലിയോടുള്ള വൈകാരികമായ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എനിക്ക് നോക്കണമായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ആവശ്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. നമ്മളെവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അവ്യക്തത തോന്നുന്നു. കാരണം നിങ്ങൾ ചേസിങ് ഒക്കെ നിങ്ങൾ നിർത്തി.
നിങ്ങൾ ചേസിങ് ഒക്കെ നിർത്തി, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ശ്രദ്ധിച്ചു, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ബോൾഡായി. ഇതാണ് വേണ്ടത്. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് ഹി ഓർ ഷീ, നിങ്ങൾ ആരായിരുന്നാലും നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ കരിയർ, ഫിനാൻസ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ട് അങ്ങ് മരിക്കുമ്പോൾ അപ്പുറത്തുള്ള ആൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൂടി മനസ്സിലാക്കണം. അവരവരുടെ സാമ്പത്തിക കാര്യങ്ങൾ പറയുന്നു. അവരിവിടെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ സാമ്പത്തികവും വൈകാരികവുമായ ആവശ്യങ്ങൾക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അത് നിങ്ങളും ചെയ്യണം. കരഞ്ഞ് വിളിച്ചു കൂക്കിയിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ചിലർ ബോൾഡായി. ഈ ടാരോട്ട് റീഡിങ്ങിലൂടെ വളരെയധികം ആളുകൾ പിന്നെ ബോൾഡായിരിക്കുന്നു. അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നു ടാരോട്ട് റീഡിങ്ങിലൂടെ എന്ന് ഞങ്ങൾക്ക് അതൊരു അഭിമാനമുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ അവ്യക്തത ആൾക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എന്നെ വിട്ടു പൊക്കളയും, ഇനി ഒരു പക്ഷേ എൻ്റെ പഴയ ശ്രമങ്ങൾ, എൻ്റെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, റണ്ണിങ് പരിപാടി, ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല എന്ന ആൾക്ക് ബോധ്യമായിരിക്കുന്നു. എനിക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം വേണം, എനിക്ക് ഇത്തിരി സ്പേസ് തരൂ, എനിക്ക് കുറച്ചുകൂടി സമയം തരൂ, എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാനുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് സ്പേസ് തരിക. എന്നാലും എനിക്ക് നിന്നെ വിട്ടുപോകാൻ താല്പര്യമില്ല. അപ്പം നിങ്ങളെ വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് തന്നെ ഊട്ടി ഉറപ്പിച്ചിവിടെ പറയുന്നുണ്ട്. ഈ റീഡിങ് എത്ര പേർക്ക് പിന്നെ ഇത് റെസണേറ്റ് ആവും എന്നെനിക്കറിയില്ല. ആവുന്നവർ അതെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.